തൃശൂർ പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലും പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോടും പടിഞ്ഞാറങ്ങാടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. രാവിലെ 8:15ഓടെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. എസ് വിനേഷ് കുമാറുണ്ട്. വിനേഷ്, ഈ ഭൂചലനം മറ്റ് നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലെ? സജിത്ത്, സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനമാണ് തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായത്. പ്രധാനമായും ഇത് തൃശൂരിന്റെയും പാലക്കാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ 8:15ഓടെയാണ് സംഭവം. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചൊവ്വന്നൂർ, പെരുമ്പിലാവ്, പഴഞ്ഞി പ്രദേശങ്ങളിലും മുണ്ടൂർ പ്രദേശങ്ങളിലാണ് ഉണ്ടായത്. ഭൂമിക്കടിയിൽ നിന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദവും ഒപ്പം ഒരു വിറയലും അനുഭവപ്പെട്ടു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. പലരും പരിഭ്രാന്തരായി വീടിന് പുറത്തേക്ക് ഓടി. വീട്ടിന്റെ ഷെൽഫിലും മറ്റും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളും മറ്റും താഴോട്ട് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇത് വലിയ തോതിൽ തന്നെ ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തു. പാലക്കാട് തിരുമിറ്റക്കോട് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത്. ഇതും ഈ ഷൊർണൂർ, അതുപോലെ തന്നെ പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളുമായി തൃശ്ശൂരുമായി അതിരുന്ന ഒരു പ്രദേശമാണ്. ഈ ദേശമംഗലം ഭാഗമെല്ലാം തന്നെ മുമ്പും ഈ ഭൂചലനത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്. മുമ്പും ഇതുപോലെ തന്നെ ദേശമംഗലം ഭാഗങ്ങളിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ജനങ്ങൾ ഇപ്പോഴും ആ ഭീതിയിൽ തന്നെയാണുള്ളത്. വളരെ കുറച്ച് സെക്കൻഡ് മാത്രമാണ് നിന്നത്. ഒപ്പം തന്നെ റിക്ടർ സ്കെയിലിൽ കേവലം 3 മാത്രമാണ് തീവ്രത രേഖപ്പെടുത്തി. എങ്കിലും ആ ഒരു പരിഭ്രാന്തി ഇപ്പോഴും ആ പ്രദേശത്ത് നിന്ന് വിട്ടിട്ടില്ല. ആളുകൾക്ക് എന്തായാലും ആ ഭീതി നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വലിയ തോതിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും ചെറിയ ഭൂചലനമാണ് ഉണ്ടായത് എന്നതും ഒരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ്. അതിന്റെ പ്രഭവസ്ഥാനം, ഒപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ജനങ്ങൾക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ട് അത് അങ്ങനെയാണ്. പാത്രങ്ങളും മറ്റും ഷെൽഫിൽ നിന്നും താഴെ വീഴുന്ന രീതിയിൽ തന്നെ ഭൂമികുലുക്കം അനുഭവപ്പെട്ടു എന്നാണ് പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.